അതെ, എനിക്ക് ഇപ്പം നിങ്ങളോടൊരു വിഷമം പങ്കുവെക്കണം. എന്നാന്നറിയോ, ഞാനും എൻ്റെ ഹസ്സും കൂടെ കൂടിയിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പം നല്ല മഴ മൂടല്ലേ, മഴയൊക്കെ പെയ്ത് നല്ല ഇതായിരുന്നു. ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ട് ഇപ്പം ഇരിക്കുമായിരുന്നു. ഇപ്പം ഒരു കുറച്ച് മുന്നേ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്സിനോട് എനിക്കൊരു കപ്പ ബിരിയാണി തിന്നാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ എങ്ങുമില്ല, ഞാൻ വിചാരിച്ചു എൻ്റെ വല്ല ചീത്തക്കാരും പറയത്തേ ഉള്ളൂ എന്ന്. അപ്പം എന്നോട് പറഞ്ഞു, ആ വാ മീനോടെ വാങ്ങിച്ചു തരാൻ തോന്നുന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് ഇവിടുന്ന് വീടിൻ്റെ അടുത്തൊരു 2-3 കിലോമീറ്റർ അപ്പുറം ഒരു പാഴ്സൽ കടയുണ്ട്. അവിടെ നല്ല കപ്പയുടെ അടിപൊളിയാട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആദ്യം ഒരു ചേട്ടൻ വന്നു, റീൽസൊക്കെ കാണാറുണ്ട്, അടിപൊളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ പൊങ്ങിയല്ലോ. അത് കഴിഞ്ഞ് കുറേ നേരമായിട്ടും ഒരു ചേട്ടൻ എന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചത് തന്നെ ഈ ചേട്ടൻ എന്നെ തന്നെ നോക്കണേന്ന്. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ഇറങ്ങി വന്നിട്ട് എന്നോട് പറയുമല്ലേ, റീൽസിലൊക്കെ കാണുന്ന ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതേന്ന്. അപ്പം ആ ചേട്ടൻ എടുത്ത വശം പറയുമല്ലേ, ആ ചേട്ടൻ പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു സത്യമായിട്ടും. എടുത്ത വശം ആ ചേട്ടനോട് പറയുമല്ലേ, റീൽസിലൊക്കെ കാണുന്ന ചേച്ചിയല്ലെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. അപ്പം എന്നോട് റീൽസിൽ കാണുമ്പോൾ ഭയങ്കര സ്കാൽറ്റാണ്, പക്ഷെ നേരിൽ കാണുമ്പോൾ ഭയങ്കര വണ്ണമല്ലോ. വണ്ണം കാരണം ഇത് തന്നെയാണോ അതെന്ന് പറഞ്ഞൊരു കൺഫ്യൂഷനിൽ നിൽക്കും അത്രേ. ആണോ, എനിക്ക് അത്രയും വണ്ണമായോ? എനിക്ക് അത് കേട്ടപ്പോൾ തന്നോട്ടല്ലോ, സത്യം പറയാമോ അത്രയും മണ്ണൊക്കെ ആയോ? എനിക്ക് ആ പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ഫീലായി. ഇതിനായിട്ട് എന്നോട് ഇത്രയും മണ്ണുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ ചേട്ടൻ ആദ്യമായിട്ട് എന്നോട് പറയുന്നത്, ഒരു മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി ഇത്രയും വണ്ണമെന്ന് ആദ്യമായിട്ടാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു മക്കളെ, തകർന്നു സത്യമായിട്ടും. അപ്പം ഞാൻ ഇപ്പം തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ.